എല്ലാവരെയും നിയമം പഠിപ്പിക്കാൻ ഇറങ്ങിയ ഒരു കോൺഗ്രസിന്റെ അഭിഭാഷകനായ MLA ഉണ്ട്. ഇപ്പോഴേക്കും നിങ്ങൾക്ക് ആളെ പിടികിട്ടി കാണും. അത് മറ്റാരുമല്ല, കോൺഗ്രസ് MLA ആയ മാത്യു കുഴൽനാടൻ. മാത്യു കുഴൽനാടൻ കുറച്ചു നാൾ മുമ്പ് ഒരു വിജിലൻസ് റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഏറെ പരിഭ്രാന്തനാകുന്നത് നമ്മൾ കണ്ടതാണ്. അത് അദ്ദേഹത്തിന്റെ ചിന്നക്കനാലിലെ റിസോർട്ടുമായി ബന്ധപ്പെട്ട ഒരു വിജിലൻസ് റിപ്പോർട്ടാണ്. ആ വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നത് മാത്യു കുഴൽനാടൻ 50 സെന്റോളം ഭൂമി കയ്യേറിയാണ് ഈ റിസോർട്ട് നിർമ്മിച്ചത് എന്നാണ്. ഇപ്പോഴിതാ വിജിലൻസിന്റെ ആ കണ്ടെത്തൽ റവന്യൂ വിഭാഗം ശരിവച്ചിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത മലയാള മനോരമയുടെ ഓൺലൈനിൽ വന്നിട്ടുണ്ട്. മലയാള മനോരമ മാത്യു കുഴൽനാടനെയും മാത്യു കുഴൽനാടന്റെ ആരോപണങ്ങളെയും ഏറെ ആഘോഷിച്ചൊരു പത്രമാണെന്നിരിക്കെ അതേ പത്രത്തിന്റെ ഓൺലൈനിൽ തന്നെ മാത്യു കുഴൽനാടൻ പെട്ടു എന്ന വാർത്ത കൂടി വരുന്നത് കാലത്തിന്റെ ഒരു കാവ്യനീതിയായിരിക്കും എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ആ വാർത്ത ഇങ്ങനെയാണ്: മാത്യു കുഴൽനാടൻ ഭൂമി കയ്യേറിയെന്ന് റവന്യൂ വിഭാഗവും പട്ടയത്തിലുള്ളതിനേക്കാൾ 50 സെന്റ് അധികമെന്ന് കളക്ടർക്ക് റിപ്പോർട്ട്. തൊടുപുഴ: മാത്യു കുഴൽനാടൻ MLA സർക്കാർ ഭൂമി കയ്യേറി എന്ന വിജിലൻസ് കണ്ടെത്തൽ ശരിവെച്ച് റവന്യൂ വിഭാഗം. ഉടുമ്പൻചോല ലാൻഡ് റവന്യൂ തഹസിൽദാർ ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകി. മാത്യു കുഴൽനാടന്റെ ചിന്നക്കനാലിലെ റിസോർട്ട് പണിത ഭൂമിയിൽ സർക്കാർ ഭൂമി ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് റവന്യൂ വിഭാഗത്തിന്റെ കണ്ടെത്തൽ. പട്ടയത്തിലുള്ളതിനേക്കാൾ 50 സെന്റ് അധികം ഭൂമിയുണ്ട്. വില്ലേജ് സർവേയർ സ്ഥലം അളന്ന ഘട്ടത്തിലാണ് സർക്കാർ ഭൂമി കണ്ടെത്തിയത്. 50 സെന്റ് പുറമ്പോക്ക് കയ്യേറി MLA മതിൽ നിർമ്മിച്ചെന്നും ഭൂമി രജിസ്ട്രേഷനിലും പോക്കുവരവിലും ക്രമക്കേട് നടത്തിയെന്നും സ്ഥലം വാങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന 1000 ചതുരശ്ര അടി കെട്ടിടത്തിന്റെ കാര്യം മറച്ചുവെച്ച് നികുതി വെട്ടിപ്പ് നടത്തിയെന്നുമാണ് വിജിലൻസ് കണ്ടെത്തൽ. ഈ സ്ഥലത്തിൽ മിച്ചഭൂമിയുള്ള വിവരം മറച്ചുവെച്ചാണ് സ്ഥലം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 2008 മിച്ചഭൂമി കേസിൽ ഉൾപ്പെട്ട സ്ഥലത്താണ് മാത്യു കുഴൽനാടന്റെ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഈ സ്ഥലം വിൽപ്പന നടത്താനാകില്ല. പ്രധാനമായും 3 തട്ടിപ്പുകളാണ് മാത്യു കുഴൽനാടൻ നടത്തിയിരിക്കുന്നത്. ഒന്ന്, 50 സെന്റോളം സർക്കാർ ഭൂമി കയ്യേറി ഒരു റിസോർട്ട് നിർമ്മിക്കുക. 2, പോക്കുവരവിലും രജിസ്ട്രേഷനിലും തട്ടിപ്പ് നടത്തുക. 3, മിച്ചഭൂമിയാണ് എന്നത് മറച്ചു വയ്ക്കുക. അങ്ങനെ തട്ടിപ്പുകളുടെ ഒരു നീണ്ട പരമ്പര തന്നെ മാത്യു കുഴൽനാടൻ ഈ റിസോർട്ടുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ റവന്യൂ വിഭാഗവും കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ നിലവിൽ വിജിലൻസ് കണ്ടെത്തിയ കാര്യങ്ങൾ റവന്യൂ വിഭാഗം ശരിവെക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. മാത്യു കുഴൽനാടനെതിരായ ഈ വാർത്ത കേരളത്തിൽ ഒരു വലിയ വാർത്തയാകാൻ പോകുന്നില്ല. കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊന്നും ഇന്ന് വൈകുന്നേരത്തെ ചർച്ചയിൽ ഈ വാർത്ത എടുക്കില്ല എന്ന കാര്യം ഉറപ്പാണ്. അതിന് കാര്യം കേരളത്തിലെ മാധ്യമങ്ങൾ വ്യക്തമായ ഇടത് വിരുദ്ധതയും രാഷ്ട്രീയ അജണ്ടയും ഉള്ളവരാണ്. അവരുടെ രാഷ്ട്രീയം അവർ പലപ്പോഴും വ്യക്തമാക്കുന്നു. കഴിഞ്ഞ ദിവസം അയോധ്യയിലെ ചടങ്ങുകൾ ലൈവ് ടെലികാസ്റ്റ് നടത്തി കേരളത്തിലെ മാധ്യമങ്ങൾ അവരുടെ വിധേയത്വം തെളിയിച്ചതാണ്. അതുപോലെ അവർക്ക് വ്യക്തമായൊരു UDF ചായ്വ്. UDFന് വിരുദ്ധമായി വരുന്ന വാർത്തകൾ അവർ വ്യക്തമായ പ്രാധാന്യത്തോടെ നൽകാറില്ല. അത് മാത്യു കുഴൽനാടനെതിരായ തട്ടിപ്പ് വാർത്തയായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെ ആരോപണ വിധേയനായ വ്യാജ ID കാർഡ് കേസായാലും എത്ര വലിയ തട്ടിപ്പ് UDF ക്യാമ്പിൽ നിന്നുണ്ടായാലും എത്ര വലിയ തട്ടിപ്പിന്റെ വാർത്ത കോൺഗ്രസിൽ നിന്നും പുറത്തു വന്നാലും അത് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഒരു വലിയ വാർത്തയല്ല. അവരുടെ വാർത്തകൾ എപ്പോഴും ഇടത് സർക്കാരിനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നതായിരിക്കും. ഉദാഹരണത്തിന് പറയാൻ കഴിയുന്ന ഒന്നാണ് K-Phone. കേരളത്തിന്റെ അഭിമാനമായ K-Phone പദ്ധതിയെ അപകീർത്തിപ്പെടുത്താൻ പ്രതിപക്ഷം കൊണ്ടുവന്ന മുഴുവൻ ആരോപണങ്ങളും സത്യമെന്നോണം പ്രചരിപ്പിച്ച ഒരു മാധ്യമങ്ങൾ പോലും പ്രതിപക്ഷ നേതാവിൻ്റെ K-Phoneമായി ബന്ധപ്പെട്ട ഹർജി ഹൈക്കോടതി പരിഹാസത്തോടെ തള്ളിയപ്പോൾ പോലും അത് വാർത്തയാക്കാൻ ആ പ്രാധാന്യം നൽകാൻ അവർ തയ്യാറായില്ല എന്നത് അവരുടെ രാഷ്ട്രീയ അജണ്ടയുടെ ഏറ്റവും വലിയ തെളിവാണ്. സംസ്ഥാന സർക്കാരിനെതിരെ കൂടുതൽ വാർത്തകൾ നൽകുക, അതുവഴി സംസ്ഥാനത്ത് ഒരു സർക്കാർ വിരുദ്ധ മനസ്ഥിതി അല്ലെങ്കിൽ സർക്കാർ വിരുദ്ധ വികാരം രൂപപ്പെടുത്തിയെടുക്കുക എന്നതാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഇപ്പോൾ ശ്രമിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ അജണ്ട. എന്തായാലും ഈ അജണ്ടയ്ക്ക് പുറത്ത് സംഭവിക്കുന്ന ചില കാര്യങ്ങൾ എന്തായാലും മാത്യു കുഴൽനാടൻ ശരിക്കും കുരുങ്ങിയിരിക്കുകയാണ്. വിജിലൻസ് റിപ്പോർട്ട് ഇപ്പോൾ റവന്യൂ വിഭാഗവും കൂടി ശരിവെക്കുന്നതോടെ റിസോർട്ടിന്റെ കാര്യത്തിൽ ഏതാണ്ടൊരു തീരുമാനമായിരിക്കും.